എല്ലാവർക്കും നമസ്കാരം. ഷേർലി ചാനലിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങാച്ചാർ റെഡിയാക്കിയാലോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാൻ ഒരു അച്ചാർ ഇടാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ തന്നെ റെഡിയാക്കിയെടുത്ത അച്ചാർ പൊടിയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ചാർ പൊടി ഇടുന്ന ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് നോക്കി ഇതുപോലൊരു അച്ചാർ പൊടി തയ്യാറാക്കുക. ഇതുപോലെ തന്നെ നല്ലൊരു മാങ്ങ അച്ചാർ റെഡിയാക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാറിനുള്ള അച്ചാർ പൊടിയാണ് ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിഗ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോൾ അച്ചാറിൻ്റെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ അച്ചാർ പൊടിയുടെ വീഡിയോ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അപ്പോൾ അച്ചാറിടാം. അതിനായിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയിൽ മാങ്ങ അച്ചാറിടുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റും അതുപോലെ തന്നെ കേടാകാതിരിക്കും. ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന അച്ചാറിൽ വിനാഗിരി ചേർക്കുന്നില്ല. വിനാഗിരി ചേർക്കാതെയാണ് ഞാനിത് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങാച്ചാർ, നാരങ്ങാച്ചാർ, ഇലിമ്പും പുളിയൊക്കെ അച്ചാറിടാനായിട്ട് നല്ലെണ്ണയാണ് എപ്പോഴും നല്ലത്. ടേസ്റ്റും അതുപോലെ തന്നെ പഴകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷമേ കടുക് ഇടാൻ പാടുള്ളൂ. പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഞാനൊരു 10-20 അല്ലിയോളം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി. 1.5 കിലോ മാങ്ങയുണ്ട്. വലിയ വെളുത്തുള്ളിയായിരുന്നു. അപ്പോൾ 10-20 അല്ലി വെളുത്തുള്ളി, വലിയൊരു പീസ് ഇഞ്ചിയാണ് ഞാനെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നല്ല നാടൻ മാങ്ങയാണ്, പച്ച മാങ്ങയാണ്. അപ്പോൾ ഞാനത് എല്ലാം അരിഞ്ഞ് ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൂക്കണ്ട, ഒരു ഈ കളറിന് മൂത്താൽ മതി. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ടുവിടാം. കറിവേപ്പില നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില കിട്ടിയില്ല. അല്പം വാടിയ കറിവേപ്പിലയാണ്. വാടിയതായാലും കുഴപ്പമില്ല, കറിവേപ്പില ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയൊന്ന് ഒന്ന് വഴന്ന് വരട്ടെ. കറിവേപ്പിലയുടെ മണമൊക്കെ വാടിയ കറിവേപ്പിലയാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ നല്ല മണം വരുന്നുണ്ട്. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുത്ത അച്ചാർ പൊടിയാണ്. അപ്പോൾ ഞാനിതൊരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. മൂപ്പിക്കേണ്ട, അതൊന്ന് ചൂടാകുന്ന ഉടനെ നമുക്ക് ഇതൊന്ന് വാങ്ങി വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചാറ് വേണ്ടവർക്ക് കുറച്ച് ചൂടുവെള്ളമോ ഉപ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അച്ചാറിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് ഞാനത് മാങ്ങയുമായിട്ട് മിക്സ് ചെയ്യുന്നത്. നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് നല്ല പരുവായിട്ടിരിക്കുകയാണ്. ഉപ്പൊക്കെ പിടിച്ച് മസാലയൊക്കെ തണുത്തിട്ടുണ്ട്. അച്ചാറിൻ്റെ മസാല തണുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഈ മാങ്ങയിലേക്ക് ചേർത്തിട്ട് ഇളക്കി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടോടെ ഒഴിക്കാതിരുന്നാൽ തണുത്തിട്ട് ചേർക്കാനാണ്. ഈ മാങ്ങ വെന്ത് പോയാൽ രസമില്ല അച്ചാർ. അപ്പോൾ അത് പച്ചയ്ക്ക് തന്നെ ഇരിക്കണം.
വീണ്ടും ഇരിക്കും തോറും അത് നല്ല ടേസ്റ്റായിട്ട് വന്നോളും. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഇട്ട് നമ്മുടെ അച്ചാർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും ഉലുവയും കായും ഒക്കെ നല്ല സൂപ്പറാണ്. അപ്പം ഞാൻ ഈ അച്ചാർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൽ റെഡിയാക്കി അച്ചാർ പൊടി കൊണ്ട് ഇട്ടതാണ്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല രുചിയായിരിക്കും. നമുക്ക് ഇതിൽ തന്നെ കുറച്ച് മണിക്കൂറുകൾ മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിക്കകത്ത്, ഇത് ഗ്ലാസ് ജാറിനകത്ത് വേണം നമ്മൾ അച്ചാർ സൂക്ഷിക്കാൻ. പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരിക്കലും അച്ചാർ സൂക്ഷിക്കരുത്. അപ്പം ഇത് നന്നായിട്ട് ചെറിയൊരു ചൂട് പോലുണ്ട്. അപ്പോൾ ആ ചൂടൊന്ന് മാറിയതിന് ശേഷം കുപ്പിക്കകത്ത് എടുത്തു വെക്കാം. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തന്നെയല്ല, വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയും കൊച്ചു കൊച്ചു വീഡിയോസുകളുമായിട്ടും യാത്രകളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബൈ.